ഹായ്. അങ്ങനെ ഞാൻ ഏറെക്കുറെ വൃന്ദാവനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വൃന്ദാവനെക്കുറിച്ചോ മധുരയെക്കുറിച്ചോ ABCD അറിയത്തില്ല. ഓട്ടോ ചേട്ടൻ അങ്ങനെ എന്നെ ഒരു ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കി. എനിക്ക് എവിടെയാണ് ഇറങ്ങിയതെന്നോ എങ്ങോട്ട് പോകണമെന്നോ യാതൊരുവിധ ഐഡിയ ഇല്ല. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത് വൃന്ദാവനിൽ വന്നതിന് ശേഷമാണ്. കാരണം എന്നെ ആരോ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, എന്നെന്തോ കാരണത്താൽ കൊണ്ടുപോകുന്നു എന്ന് ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി തുടങ്ങി. ഇതർ ക്യാ ക്യാ देखने के लिए नहीं वृंदावन में बाकी भी आ रही है रंग की है बाकी भी आ रही है रंग की उधर से हाँ बाकी भी आ रही है रंग की. ഞാനങ്ങനെ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അവൻ എന്തൊക്കെയോ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് വീണ്ടും നടന്നു ഏതെങ്കിലും ഒരു ഹോട്ടൽ കണ്ടെത്തണം. ഇവിടുത്തെ ഒരു 90% ടെമ്പിൾസും ഏതെങ്കിലും ഒരു സ്വാമിയുടെ പേരിലായിരിക്കും. ഞാനങ്ങനെ കഷ്ടപ്പെട്ടൊരു ഹോട്ടൽ കണ്ടെത്തി. അപ്പോൾ അവിടെ ഇരുന്നൊരു ചേട്ടനോട് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചു. എന്നിട്ട് ഷൂട്ട് ചെയ്തു. स्टार्ट प्रेम मंदिर, इस्कॉन मंदिर, बांके बिहारी, निधिवन और कालिया है और इस्कॉन मंदिर और वो है केसी घाट रंगजी मंदिर, सोने का खम्मा, कांच मंदिर, पुराना गोविंद, अच्छे पात्र और कृष्णा देवी मंदिर, प्रिया कांजू, अनेक सारे मंदिर हैं यहाँ. 5000 मंदिर हैं. പുള്ളി എനിക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഈ ഹോട്ടലിൻ്റെ ഓണർ ഇതുവരെ വന്നിട്ടില്ല. റൂമുണ്ടെന്ന് പറഞ്ഞു, ഓണർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഓണറിനായി വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓണർ വന്നിട്ട് പുള്ളിയെ ഞാൻ കാണിക്കാം. വന്നിട്ട് പറഞ്ഞു ഒറ്റയ്ക്കായതുകൊണ്ട് റൂം തരത്തില്ല എന്ന് പറഞ്ഞു. ഇതേ അവസ്ഥയാണ് നിങ്ങൾ കാശിയിൽ പോയാലും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്ക് അവിടെയും റൂം കിട്ടത്തില്ല. കാരണം കാശിയിൽ ഏറ്റവും കൂടുതൽ പേര് ഒറ്റയ്ക്ക് വരുന്നത് ആത്മഹത്യ ചെയ്യാൻ ആണെന്നാണ് പൊതുവെയുള്ളൊരു ഇത്. അത് ശരിയുമാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വന്നാൽ കാശിയിൽ റൂം കിട്ടത്തില്ല. ഇവിടെ എന്തുകൊണ്ടാണ് റൂം തരാത്തതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് റൂം കിട്ടിയില്ല. കാശിയുടെ സീരീസിൽ അവിടെ പോയപ്പോൾ അനുഭവത്തിൽ ഞാൻ ഇത് പറയാൻ വിട്ടുപോയി. എനിക്ക് ഡോർമെട്രി എടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് റൂം കിട്ടിയത്. അല്ലെങ്കിൽ മിക്കവാറുമുള്ള ഒരു സ്ഥലത്തും സിംഗിളായി പോകുന്നവർക്ക് റൂം തരത്തില്ല അവർ. ഇവിടെയും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് വളരെ വിഷമത്തോടു കൂടി എനിക്ക് നന്നായിട്ട് പുള്ളിക്കാരനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. അത് ലാസ്റ്റിൽ വന്നതാണ് ആ ഓണർ. ഹോട്ടൽ കണ്ടെത്തി. എന്തുകൊണ്ടും മറ്റേ ഹോട്ടലിനെക്കാട്ടി വളരെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ഈ പുള്ളിക്കാരൻ ഹോട്ടൽ തുറന്ന് കാണിച്ചു തരാൻ വന്നതാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ആ പൈസയ്ക്ക് വെർത്തായിരുന്നു. 800 രൂപയാണ് എനിക്ക് ചാർജ് ആയത് ഈ ഹോട്ടലിന്. മിഥുൻ MIDHU प्रेम मंदिर, राधा वल्लभ, राधा रमन और रंगजी, इस्कॉन. ആ ഹോട്ടലിൻ്റെ ചുവരിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയാണ് ഇവിടെ വൃന്ദാവനിൽ കാണാനുള്ളതെന്നൊക്കെ. പുള്ളിക്കാരൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഞാനങ്ങനെ ഒന്ന് ഫ്രഷാവാൻ കയറി. ഫ്രഷായി നേരെ ഇറങ്ങി. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഞാൻ അവിടെ നിന്ന് പതിയെ നടക്കാൻ തുടങ്ങി. ആദ്യം എങ്ങോട്ട് പോകണമെന്ന് വലിയ പിടുത്തമില്ല. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കി അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പറഞ്ഞു തന്നതിൽ അടുത്തുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി. ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് അട്ടേല ചുങ്കി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് വൃന്ദാവൻ. ഇതെല്ലാം വൃന്ദാവൻ്റെ ഭാഗങ്ങളാണ്. എന്നാലും വൃന്ദാവൻ്റെ മെയിൻ ഏരിയയിലോട്ട് പോകേണ്ടത്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മനോഹരമായ ഒരു ടെമ്പിളുണ്ട് കേട്ടോ. ഫുൾ ഗ്ലാസ് കൊണ്ട് പണിത ഒരു ന്യൂജൻ ടെമ്പിൾ എന്നൊക്കെ പറയാം. നമ്മുടെ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ വില്ലന്മാരുടെ അവിടെ ഡിസ്കോയൊക്കെ കളിക്കുന്ന ഒരു സെറ്റപ്പ് കാണത്തില്ലേ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെയായിരിക്കും കുറേ ലൈറ്റ് ഇട്ട് കുറേ ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് വെച്ചേക്കും. അതാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഞാൻ യാദൃച്ഛികമായി കെയർ ചെയ്തതാണ്. ഇതൊന്നും സത്യമായിട്ടും എന്നെ ആരൊക്കെയോ നയിക്കുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ.
ആരാണ് നയിക്കുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ മുന്നിൽ തന്നെ ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് പൊക്കി നിൽക്കുന്ന ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ഉണ്ട്. അതെന്തായാലും ഞാനങ്ങനെ അവിടെ ചുറ്റി നടന്നു, കണ്ടു കുറേയൊക്കെ. ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുന്ന ഒരു കാഴ്ച അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ പ്രണാമി. എൻ്റെ ഹിന്ദി സാറ് കണ്ട് എന്നെ ഓട്ടിച്ചിട്ട് തല്ലും, അതുറപ്പാണ്. ഞാൻ ഒരാളടുത്ത് ചോദിച്ചു, അപ്പോൾ പ്രേമന്ദിർ ഇസ്കോണൊക്കെ ഒരു പ്രദേശത്താണ്, യമുന നദിയുടെ കുറച്ച് തീരത്തായിട്ടൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഈ അട്ടേല ചുങ്കിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് ഈ ഇസ്കോൺ മന്ദിരത്തിലേക്കും. പ്രേം മന്ദിർ ഇതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള മന്ദിർ. ഒരുപാട് മന്ദിറുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 500-ലധികം ടെമ്പിൾസ് വൃന്ദാവനിലുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭക്തിമയമാണ്. ഞാൻ ഈ പോകുന്നത് ഒരു നോർമൽ സാധാരണ ഒരു ദിവസമാണ്, പ്രത്യേകതകൾ യാതൊന്നുമില്ലാത്തൊരു ദിവസം. ഞാൻ പ്രേമന്ദറിൽ പോയിട്ടുള്ള ആ ഒരു കാഴ്ചകൾ ഒന്ന് കാണണം. അപ്പം ഞാൻ അവിടെ നിന്നൊരു ഷെയർ ഓട്ടോ പിടിച്ചു. വഴിയിലാണ്. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പേരൊന്നുമില്ല, അങ്ങനെ വേറിട്ട് ചോദിച്ചതാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഈ ഇലക്ട്രിക് വണ്ടികളാണ് കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് വണ്ടികളാണ്. വളരെ ചീപ്പാണ്. 20 രൂപയാണ് എനിക്ക് ചാർജ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്നെ ആരോ കൊണ്ടുപോകും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം വൃന്ദാവനിൽ ഞാൻ ഒരു 1-2 മണിക്കൂർ ചിലവാക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് ഡൽഹിയിൽ പോയി റൂം എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട്. പക്ഷേ എന്നെ ഇവിടെ നിർത്തി, ആരോ പിടിച്ച് നിർത്തി, എന്തോ റീസണ്. ആ റീസൺ എനിക്ക് തോന്നിയത് ഞാനത് പിന്നീട് പറയാം. ചിലപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ഞാനത് റിവീൽ ചെയ്യാൻ പോകുന്നത്. എന്നെ പിടിച്ച് നിർത്തിയതാണ്. പിന്നെ ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആരെയും ഞാൻ കണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രദേശങ്ങളിലൊന്നും. തിരക്കെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തിരക്കാണ്. വൃന്ദാവനിലും മധുരയിലും ഞാൻ കണ്ടത് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക ഈ 2 സ്ഥലവും. ഒരു നോർമലായിട്ടുള്ള ഒരു ദിവസമാണെന്ന് കൂടെ ഒന്ന് ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ശ്രീകൃഷ്ണൻ പണ്ട് വളർന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തൊരു ഫീലാണ് ഇവിടെയൊക്കെ ശ്രീകൃഷ്ണൻ ഓടി നടന്നിട്ടുണ്ടാവുക. രാധേ രാധേ. ഞാനിങ്ങനെ ആ ഇലക്ട്രിക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, രാധേ രാധേ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ രാധേ രാധേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടേയിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും യാത്ര ചെയ്തിട്ടും എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എല്ലാവരും പറഞ്ഞായിരുന്നു ഇതേപോലെ UP-യിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെയാണ്. സൂക്ഷിക്കണം, അത് ശരിയാണ്. പക്ഷേ എനിക്ക് ഒറ്റപ്പെട്ടു പോയി അങ്ങനെ ഒരു ഫീലിങ്ങേ തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആരോ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പല ദുർഘട സമയത്തും ആരൊക്കെയോ കൂടെ ഉള്ള പോലെ ഒരു ഫീൽ. അങ്ങനെ ഞാൻ ആദ്യം പോകാൻ പോകുന്നത് പ്രേം മന്ദിറിലാണ്. പ്രേം മന്ദിർ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ടെമ്പിളുകളിൽ ഒന്നാണ് പ്രേം മന്ദിർ. ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്ന 2 വഴിക്കും ഉണ്ട്. ചീപ്പെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ചീപ്പാണ്. നിങ്ങൾ കരുതുന്നതിനെക്കാട്ടിയും ചീപ്പാണ് അവിടുന്ന് സാധനങ്ങൾ മേടിക്കാൻ. ഞാൻ ഇത്രയും ചീപ്പായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ, ഞാൻ ഇത്രയും അടുത്ത് ട്രാവൽ ചെയ്തിട്ടും ഏറ്റവും ബെസ്റ്റായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൃന്ദാവൻ. മധുരയിൽ നിന്ന് ഞാൻ ഒന്നും നോക്കിയായിരുന്നില്ല, പക്ഷേ വൃന്ദാവൻ ഏറ്റവും ചീപ്പായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാഴ്ചകൾ, എത്രയോ നമുക്ക് അറിയാത്ത എത്രയോ ആഹാര സാധനങ്ങൾ ഇരുവശത്തും.
അങ്ങനെ ഞാൻ നടക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്കൊരു പണി കിട്ടിയത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് ഉത്സവങ്ങൾക്കൊക്കെ കണ്ട ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പണി പറഞ്ഞത്. അവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഈ ചന്ദനം പൊട്ട് തൊടാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് എന്നെ ഫോഴ്സ്ഫുള്ളി പിടിച്ചു നിർത്തി. അവൾ ഒരു രീതിയിലും എന്നെ വിടുന്നില്ല. അവസാനം ഞാൻ കുറി തൊടാൻ സമ്മതിച്ചു. ഗതികെട്ട്. नहीं बोलते तो क्यों अच्छा नहीं डोंट 60 रुपये हो गए नहीं बोलती तो नहीं लगा 60 रुपये 60 रुपये क्या 60 हो गए भैया 5 के लगाया मैंने है 5 60 रुपये हो 6 गए 7 8 7 7 नहीं 50 और 10 50 और 10 नहीं 50 और 10 रुपये हो गए 60 रुपये बीट का मतलब 50 और 10 रुपये 50 और 10 मालूम नहीं इंग्लिश में बोलो इंग्लिश में बोले 50 और 10 10 50 50 इसके लिए ओ भैया ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി. ഞാനത് നെറ്റിയിൽ അത് ചാർത്തിയപ്പോഴേ ഞാൻ പൈസ കൊടുത്തു. 10 20 ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അവൾക്ക് 50 ആദ്യം 70 പറഞ്ഞു. എനിക്ക് കറക്റ്റ് ഈ ഹിന്ദിയിൽ എണ്ണുന്നത് പെട്ടെന്ന് ക്യാച്ച് ആവത്തില്ല. അപ്പോൾ ഞാൻ അതാണ് ചോദിച്ചത്. ആദ്യം 70 പറഞ്ഞു. പിന്നെ 50 + 10 അതാണ് പിന്നീട് പറഞ്ഞത്. 50 10 ദേതോ. ഞാൻ ഞെട്ടിപ്പോയി. ജസ്റ്റ് ഒരു അച്ചിൽ മുക്കിയിട്ട് ചന്ദനം നമ്മുടെ നെറ്റിയിൽ വെച്ച് തരും, അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ വേറെ ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞതാണെന്ന് നമ്മുടെ ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ചൂഷണമാണ് അവിടെ നടന്നത്. പക്ഷെ ഞാൻ എസ്കേപ്പായി. ഇതാണ് ആ കൊച്ചു കഷ്ടപ്പെട്ട് ചെയ്ത കലാസൃഷ്ടി. സംഭവം ഞാൻ അങ്ങനെ പ്രേമമന്ദിറിലെത്തി. പ്രേമമന്ദിർ എന്ന് പറയുമ്പോൾ 2001 പണി തുടങ്ങി 2012 പണി പൂർത്തിയാക്കിയ ഒരു ടെമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഈ തിരക്ക് കണ്ടോ? ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. നോർമലായിട്ടുള്ളൊരു ദിവസമാണ്. ഈ ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ സെയിം തിരക്കാട്ടോ. എല്ലാ ഫേമസ് ടെമ്പിളിൻ്റെ മുന്നിലും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി. മനോഹരമായ കാഴ്ചകളാട്ടോ. ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഓരോ ശില്പങ്ങളും ലേസർ ഷോയും വാട്ടർ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു ഇരുവശങ്ങളിലും. കാളിയമർദ്ദനവും ഭയങ്കരമായി റിയലിസ്റ്റിക് ആയിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു ന്യൂ ജനറേഷൻ ക്ഷേത്രം പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇതാണ് പ്രേം മന്ദിർ. ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജ് എന്ന് പറയുന്ന ഒരു സ്വാമിയാണ്. ഇതിൻ്റെ നിർമ്മാണം അവസാനിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ളത് ജഗദ്ഗുരു കൃപാലു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സ്വാമിയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ക്ഷേത്രത്തിനെ ന്യൂജൻ ടെമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അമ്മാതിരി ലേസർ ഷോയാണ് ക്ഷേത്രത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൃന്ദാവൻ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ആഘോഷങ്ങളുടെ ഒരു നഗരമാണ്. അയോധ്യയിൽ കാണും പോലെ അല്ല നമ്മൾ വൃന്ദാവനിലും മധുരയിലും കാണുന്നത്. ഇവിടെ ആഘോഷമാണ്. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലവും വളർന്ന സ്ഥലവും ഒക്കെ ഇവിടെയാണ്. അതുകൊണ്ട് ആഘോഷങ്ങളാണ്. ഫുൾ ഹാപ്പിയാണ്. എല്ലാവരും രാധേ രാധേ ചൊല്ലി, അല്ലെങ്കിൽ ജയ് ശ്രീകൃഷ്ണ ചൊല്ലി, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ചൊല്ലിയൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ മലയാളികൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും ഇവിടെ വന്നതിന് ശേഷം തോന്നിയിട്ടുണ്ട്.
ഈ വൃന്ദാവനം മധുര നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ആരും ഇങ്ങോട്ട് വരാറില്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഇങ്ങോട്ട് വന്ന എൻ്റെ പരിചയത്തിലുള്ള ആരും തന്നെ ഇല്ല. बच्चे കൃഷ്ണമയം തന്നെയാണ്, കൃഷ്ണമയം. വേർ ഈസ് ദ എൻട്രൻസ് കിതറേ? ഏകദേശം 53 ഏക്കറിൽ കിടക്കുന്ന ഒരു വലിയൊരു ക്ഷേത്ര കോംപ്ലക്സാണ് ഈ പറയുന്ന പ്രേം മന്ദിർ എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം 150 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് അന്ന്, അതായത് 2012 ഈ ക്ഷേത്രം പൂർത്തിയാക്കിയത്. അതിൻ്റെ മുന്നിലും നമുക്ക് ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് പൊക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം. ഞാനങ്ങനെ എൻ്റെ ചപ്പലൊക്കെ ഊരിയിട്ട് ആ ക്ഷേത്രം കാണാനായി പോയി. എന്താ തിരക്ക്, ഒരു രക്ഷയില്ലാത്ത ഒരു കാഴ്ച. ഞാനങ്ങനെ പ്രേമന്ദിറിലേക്ക് കയറാൻ പോവുകയാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ടു. ഇവിടെ ചെരുപ്പ് ഇടാൻ പറ്റില്ല. പ്രേമന്ദിർ രസമായിട്ടുണ്ട്. ഞാനങ്ങനെ പ്രേമന്ദിറിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ മൊബൈലിലൊക്കെ അലൗഡാണ് കേട്ടോ, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ. നമ്മുടെ നാട്ടിലല്ലേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ മൊബൈലൊന്നും അലൗഡല്ലല്ലോ. ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇവിടെ ഫുള്ള് കളർഫുള്ളാട്ടോ. LED ഒരു ബഹളം, LED ബൾബിൻ്റെ. ഇതാണ് പ്രേമന്ദിറിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ ശിലയിലല്ല വിഗ്രഹങ്ങൾ തീർക്കുന്നത്, അത് ക്ലേയിലും, ചിലത് റയറായിട്ട് ശിലയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലേയിലൊക്കെ ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിച്ചെടുക്കുന്ന ഒരു ടൈപ്പാണ് ഇവിടെ കാണുന്നത്. അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ ഒരു ടെമ്പിളാട്ടോ. 150 കോടി മുടക്കി ഉണ്ടാക്കിയ ഒരു ടെമ്പിളല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി എന്തായാലും കാണാനുണ്ട്. ഭയങ്കര തിരക്കാണ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം, ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ. ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ കൃഷ്ണനും രാധയും തന്നെയാണ്. പിന്നെ ബലരാമനുണ്ട്. പിന്നെ ഇവിടുത്തെ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഒരു ശില്പമുണ്ട്. ഈ കാണുന്നത് കൃഷ്ണനും രാധയുമാണ്. ശ്രീ ഫുഗൾ വിഗ്രഹ് അങ്ങനെയാണ് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി, തൊഴുവാൻ പറ്റി. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലത്തെ നിലയുണ്ട്, അങ്ങോട്ട് കയറി. അത് മിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് കേട്ടോ. ഇസ്കോണിൽ പോയപ്പോഴും ഇതേപോലെ മുകളിൽ കയറി പ്രാർത്ഥിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയും ഉണ്ട്. അത് ഞാൻ ഇസ്കോണിൽ പോകുന്ന വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി. ഇവിടെയും മാർബിൾ കൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവിൻ്റെ, അതായത് ശ്രീ കൃപാലു ജി മഹാരാജിൻ്റെ ഒക്കെ ഒരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും തൊഴുകണുണ്ട്. ഞാൻ ഈ ശില്പങ്ങളുടെ ഒരു ഭംഗി അത് ഞാൻ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ആസ് എ മലയാളി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ കണ്ടു. ഞാൻ കണ്ട ഏക മലയാളി, വൃന്ദാവനിൽ ഞാൻ കണ്ട ഏക മലയാളി ഈ പുള്ളിക്കാരനായിരുന്നു കേട്ടോ. ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ ശങ്കരാചാര്യരുടെ ആ പ്രതിമ കണ്ടപ്പോൾ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു 3D ബാക്ക്ഗ്രൗണ്ടിലൊരു പിക്ചറും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു പ്രതിമയും അതാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ഇവിടെയും ഒരു ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഒരു പ്രതിമയുണ്ട് കേട്ടോ. കുറേ ശില്പങ്ങൾ ചുറ്റിനുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് 3D രൂപത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കത് ഫീൽ ചെയ്യും, അവിടെ ഒറിജിനലായിട്ട് അതുണ്ടെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അതിമനോഹരമാണ് കേട്ടോ.
എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയാൽ ആരും ആ ഒരു അവസരം വേസ്റ്റ് ആയിക്കളയില്ല. ഉറപ്പായിട്ട് വിസിറ്റ് ചെയ്യണം പ്രേം മന്ദിർ. എല്ലാവരും തൊഴുവിനേക്കാട്ടിയും കൂടുതൽ ക്യാമറയിൽ ഇതെല്ലാം പകർത്തിയെടുക്കാനുള്ള ഒരു ധൃതിയിലാണെന്ന് തോന്നുന്നു. എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ട്. ഞാനങ്ങനെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു വാട്ടർ ഷോ നടക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ഭക്തി. എല്ലായിടത്തും ആൾക്കാർ നാമജപമായി വഴിയോരത്തു കൂടി നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ പോകുന്നത് ഇസ്കോണിൻ്റെ വേൾഡ് ഫേമസ് ആയ ഇസ്കോണിൻ്റെ വൃന്ദാവനിലെ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ ഞാൻ വന്ന വഴിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവിടെ കയറില്ല. തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് കരുതി ഞാനത് വിട്ടേച്ച് ഇങ്ങോട്ട് വന്നതാണ്. തിരക്ക് കണ്ടോ. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ഇത് ഭദ്രകാളി ടെമ്പിളാണ് കേട്ടോ. എനിക്ക് അത്ഭുതമായിപ്പോയി ഇവിടെ ഒരു ഭദ്രകാളി ടെമ്പിൾ ഉണ്ടെന്ന് അറിഞ്ഞതിൽ. ഞാൻ അങ്ങനെ അവിടെ അധികം ആൾക്കാരൊന്നും കയറുന്നില്ല. കുറച്ച് പേര് അവിടെ കയറി പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ നേരെ ആ ഇസ്കോണിൻ്റെ ടെമ്പിളിൻ്റെ മുന്നിലെത്തി. ഇസ്കോണിൻ്റെ ഏതെങ്കിലും ടെമ്പിളിൽ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് കാഴ്ചകൾ. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.